ദൈവത്തിന് സ്തോത്രം. ഗാന പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന പാട്ടെഴുതിയ ജെയിംസ് എം ബ്ലാക്കിനെ കുറിച്ചും ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യത്തെക്കുറിച്ചുമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന പാട്ട്. സ്തോത്രം. ഈ പാട്ട് എഴുതിയത് ജെയിംസ് എം ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. അമേരിക്കയിൽ 1856 മുതൽ 1938 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നോക്കിക്കോണം, 1836 ആ കാലഘട്ടം ആലോചിച്ചോണം. 1856 മുതൽ 1938 വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം ഏകദേശം 1500ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പ്രവർത്തന മണ്ഡലം ചെറുപ്പക്കാരുടെ ഇടയിലായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ജെയിംസ് എം ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ പ്രിയപ്പെട്ടവന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഒരിക്കലും അദ്ദേഹം ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 1856 കാലഘട്ടം എന്നൊക്കെ ആലോചിച്ച് നോക്കി, നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഒരു വീടിൻ്റെ മുൻപിൽ ഇരിക്കുന്നു. സ്തോത്രം. ആ വീട് ഏത് നിമിഷവും വേണമെങ്കിലും വീഴാം എന്ന തരത്തിലുള്ളൊരു വീട്. ആ പെൺകുട്ടിയുടെ മുഖം ദുഃഖം തളം കെട്ടി കിടക്കുന്നു. അവളുടെ കണ്ണുകളിലൊക്കെ വിഷാദ ഛായ. അവളുടെ തലമുടി പാറിപ്പറന്ന് കിടക്കുന്നു. അവളുടെ വസ്ത്രം നിറയെ അഴുക്ക്. വല്ലാത്ത ഒരു 14-15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വലിയ വേദനയുണ്ടായി. അദ്ദേഹം പതിയെ ആ ഭവനത്തിന് മുമ്പിലോട്ട് ചെയ്യുന്നു. ആ പെൺകുട്ടിയെ കണ്ടു, സംസാരിച്ചു. അവളോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈ ബൈബിളുണ്ടായിരുന്നു. ബൈബിൾ തുറന്ന് ചില വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു. അവൾ ശ്രദ്ധയോട് ഇതെല്ലാം കേട്ടു. എന്നിട്ട് ആ കുട്ടിച്ചോണ്ട് പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും ഇന്നിടത്ത് വെച്ച് വൈകിട്ട് 1 മണിക്കൂർ ഈ വചനം പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. സൺഡേ സ്കൂൾ എന്ന നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. മോൾ അതിന് വരണമെന്ന് പറഞ്ഞു. ആ കുട്ടി അത് സമ്മതിച്ചു. പിറ്റേ ദിവസം ജെയിംസ് എം ബ്ലാക്ക് ആ വീട്ടിൽ ചെന്നു. അവരുടെ പിതാവും മാതാവും ദരിദ്രരായ ഒരു ഭവനം, ചെറിയ പണികളൊക്കെ ചെയ്ത് കഷ്ടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു വീടാണ്. അവരോടൊക്കെ സംസാരിച്ചു. ഈ കുട്ടിക്ക് കുറച്ച് വസ്ത്രങ്ങളൊക്കെ പുതുതായിട്ട് കൊണ്ട് വാങ്ങിച്ച് ഈ ദൈവദാസൻ കൊണ്ട് കൊടുത്തു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇറങ്ങി. അടുത്ത ഞായറാഴ്ച കൃത്യസമയത്ത് തന്നെ അവൾ സൺഡേ സ്കൂളിൽ വരാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചകളും അടുപ്പിച്ച് ഒരു ദിവസം പോലും തെറ്റാതെ കൃത്യസമയത്ത് തന്നെ ആ പെൺകുട്ടി സൺഡേ സ്കൂളിൽ വരാൻ തുടങ്ങി. പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ആ കൊച്ചിൻ്റെ മുഖത്തെ ആ ദുഃഖ ഭാവമൊക്കെ മാറി ഒരു ചിരിക്കുന്ന മുഖം, സന്തോഷമുള്ള മുഖം ഒക്കെ അവൾക്കുണ്ടായി. കർത്താവിനെ അവൾ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. അവളുടെ ജീവിതത്തിന് ആകെ വ്യതിയാനം വന്നു. ആ പഴയ കുട്ടിയേ അല്ല, അത്രമാത്രം തനിക്കാരൊക്കെയോ തനിക്കും ഉണ്ട് എന്നൊരു ചിന്ത ആ കുഞ്ഞിനെ ഹൃദയത്തിലെ ആഴത്തിൽ പ്രത്യാശ പകർന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. വലിയ സന്തോഷവതിയായി, ഉല്ലാസവതിയായി ആ പെൺകുട്ടി മാറി. സ്തോത്രം. ഈ ഞായറാഴ്ചയുള്ള ഈ സൺഡേ സ്കൂളിൻ്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വരുമായിരുന്നു. പക്ഷേ ഒരു ദിവസം അവളുടെ പേര് വിളിച്ചപ്പോൾ ആബ്സെൻ്റ് മാർക്ക് ചെയ്തു, വന്നില്ല. ജെയിംസ് എം ബ്ലാക്കിന് വളരെ ദുഃഖം തോന്നി. എന്തായിരിക്കും വരാത്തത്? അവൾ വരാതിരിക്കേണ്ടതല്ലല്ലോ, എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ അവൾക്ക് വരാതിരിക്കാൻ. കാരണം ഇന്ന് വരെ ഒരു ദിവസം പോലും, മാസങ്ങളോളം അവൾ വന്നവളാണ്. സൺഡേ സ്കൂളിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അവളെ തിരക്കി ഈ പ്രിയപ്പെട്ടവൻ അവളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം മാതാവും പിതാവും കണ്ണുനീരോടെ പറഞ്ഞു. ആ കുട്ടി ആ ആഴ്ചയിൽ മരിച്ചുപോയി. സ്തോത്രം. ഒരു സാങ്കേതികമായിട്ടുള്ള യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാത്തൊരു കാലമാണല്ലോ 1856. അറിഞ്ഞില്ല. സ്തോത്രം. അദ്ദേഹത്തിന് വളരെ ദുഃഖമെന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം ഭവനത്തിൽ ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ പൊതിഞ്ഞു. ഹൃദയത്തിൽ ഒരു സന്തോഷം വന്നു. ഇവിടെ അവളുടെ പേര് ആബ്സെൻ്റ് മാർക്ക് ചെയ്തപ്പോൾ സ്വർഗത്തിൽ അവളുടെ പേര് വിളിച്ച് പ്രസൻറ്റ് മാർക്ക് ചെയ്തു. പേർ വിളിക്കും നാളിൽ എൻ്റെ പേരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടിരിക്കുന്ന സക്കരുടെ പേരും അന്ന് അവിടെ വിളിക്കുമ്പോൾ പ്രസൻറ്റ് രേഖപ്പെടുത്തും എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ഈ മോൾ ഇപ്പോൾ അവിടെയുണ്ട്, അവളുടെ ആത്മാവ് അവിടെ വിശ്രമിക്കുന്നു എന്ന ചിന്ത അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. അങ്ങനെ എഴുതിയ പാട്ടാണ് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ. ഇംഗ്ലീഷ് പാട്ടാണ് അത്.
നാഗൽ സാഹിബാണ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് എഴുതിയത്. ഇംഗ്ലീഷ് പാട്ട് നോക്കാം. സോദരം. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks, eternal bright and fair, when the saved of earth shall gather on the other shore, and the road is called up yonder, I will be there. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ, നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാൾ, പാർത്തല് രക്ഷപ്പെട്ട് അക്കരെ എത്തിയ ആകാശത്ത് എത്തിയവർ പേർ വിളിക്കുന്നേരം അവരുടെ പേര് കാണും. പേർ വിളിക്കുന്നേരം കാണും എൻ പേരും എൻ്റെ പേരും അന്നവിടെ കാണും. നമ്മുടെ കർത്താവ് സഭയെ ചേർക്കാൻ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അതിലുൾപ്പെടും. കാരണം രക്ഷിക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങൾ. യേശുക്രിസ്തു മടങ്ങി വരുന്നത് തൻ്റെ സഭയെ ചേർക്കാനാണ്. ആരാണ് സഭയിലെ അംഗങ്ങളെന്ന് വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോട് ചേർത്തുകൊണ്ടിരുന്ന രക്ഷിക്കപ്പെട്ടവരെയാണ്. സഭയോട് ചേർന്നവർ രക്ഷിക്കപ്പെട്ടവരാണ്. ആ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. സഭയിലെ അംഗങ്ങളുടെ പ്രത്യേകത അവർ രക്ഷിക്കപ്പെട്ടവരാണ്. ആരാണ് സഭയിൽ ചേർന്നതെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയോട് ചേർന്നവരാരാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1. മാനസാന്തരപ്പെട്ടവർ. 2. പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിച്ചവർ. 3. ഈ പാപം നിറഞ്ഞ വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറാൻ തീരുമാനമെടുത്തവർ, അതായത് പാപത്തോട് വേർപാട് പാലിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ. 5. അടുത്തത് വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ. പത്രോസിൻ്റെ വാക്ക് കേട്ടു. അവൻ്റെ വാക്ക് കേട്ട് 3000-ഓളം പേർ സ്നാനമേറ്റു. അവർ സഭയോടെ ചേർന്നു. സഭയോട് ചേർന്നവരുടെ പ്രത്യേകത, മാനസാന്തരപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ചവർ, പാപം നിറഞ്ഞ വക്രത നിറഞ്ഞ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞപ്പോൾ തയ്യാർ എന്ന് പറഞ്ഞവർ, വിശ്വാസ സ്നാനമേറ്റ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയോട് ചേർന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർന്നു. കണ്ടോ? സ്തോത്രം. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സഭാംഗങ്ങളാണ്. ആമേൻ. ഒരു ദിവസം കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട സകലരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ചേരും. സ്തോത്രം. ആമേൻ. അതായത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരം മൺമയമായ ശരീരമാണ്. ഈ ശരീരം മൺമയമായ ശരീരമാണ്. ഈ മൺമയമായ ശരീരം മണ്ണിൽ ചേർന്ന് ലയിക്കും. എന്നാൽ നമ്മൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരും. പക്ഷേ ആ ശരീരം മൺമയമല്ല, ശക്തിയുള്ള, അദ്രവത്വമുള്ള, തേജസ്സുള്ള ആത്മീയ ശരീരത്തോടെ നമ്മൾ തന്നെ ചിത്രശലഭങ്ങളെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. മൺമയമായ ശരീരം ഇപ്പോഴുണ്ടെങ്കിൽ വിൺമയമായ ശരീരം, ആ ശരീരത്തോടെ നമ്മൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന് സ്വർഗത്തിലേക്ക് പോകും. ഇപ്പോൾ കർത്താവിൽ മരിക്കുന്നവർ, ശരീരം ഇവിടെ പോയാലും ആത്മാക്കൾ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോടുകൂടെ. പക്ഷേ കർത്താവിൻ്റെ മടങ്ങി വരവിൽ ആമേൻ ഉയർപ്പിൻ ശരീരത്തോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. സ്തോത്രം. ആ ഒരു വിശ്വാസവും ബലവും ധൈര്യവും ജെയിംസൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ലഭിച്ചു. അദ്ദേഹം എഴുതിയ പാട്ടാണ് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന പാട്ട്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.